ലഹരി ഉപയോഗത്തിനെതിരെ കായംകുളത്ത് സാമൂഹിക കൂട്ടായ്മ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി കായംകുളം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിന് തുടക്കമായി. ലഹരിമുക്ത കായംകുളം എന്ന ആശയത്തിലൂന്നി ജനകീയ കൂട്ടായ്മ രൂപീകരിക്കാൻ തീരുമാനിച്ചു. കുട്ടികളിലെയും യുവാക്കളിലെയും ലഹരി ഉപയോഗം ഗൗരവമായി കണ്ടുകൊണ്ട് ലഹരി ഉപയോഗത്തിനെതിരെ സാമൂഹിക കൂട്ടായ്മ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി കായംകുളം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ലഹരിമുക്ത കായംകുളം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി ജനകീയ കൂട്ടായ്മ രൂപീകരിക്കാനും തീരുമാനിച്ചു. വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെയും കായംകുളം സബ് ഡിവിഷനിലെ ISHOമാരുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. കായംകുളം DYSP N ബാബുക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ നാടിനെ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാർച്ച് മാസം 23-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ നാം സമ്മേളിക്കുകയാണ്. നമ്മുടെ നാട് കായംകുളം ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യമാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന് ഏവരെയും ആ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമകളാണ്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കേണ്ട ആവശ്യകത പൗരനെന്ന നിലയിൽ നാം ഓരോരുത്തർക്കുമുണ്ട്. ഇതിന് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ചിന്തിച്ച് മുന്നോട്ട് നീങ്ങേണ്ട സമയമായിരിക്കുന്നു. ആയതിനാൽ ഈ നടക്കുന്ന സമ്മേളനത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിലപ്പെട്ട ഓരോ സന്ദേശങ്ങളും ഓരോ നിർദ്ദേശങ്ങളും ഇതിനാവശ്യമാണ്. ആബാലവൃദ്ധം ജനങ്ങളും ഇതിൽ പങ്കെടുക്കണം. വിവിധ സംഘടനകൾ ഇതിൽ പങ്കെടുക്കണം. മതരാഷ്ട്രീയ അതിന് ഭേദമന്യേ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കായംകുളത്തെ വിവിധ രാഷ്ട്രീയ മത സാംസ്കാരിക വ്യാപാര പ്രതിനിധികളെ ഉൾപ്പെടുത്തി വിവിധ പദ്ധതികളുമായി ലഹരിയെ തുടച്ചു നീക്കുവാൻ നാട് സന്നദ്ധരാവുക എന്ന ആശയത്തോടെ വരുന്ന 23-ന് വിശാലമായ കമ്മിറ്റി രൂപീകരിക്കുവാനും തീരുമാനിച്ചു. CDNet ന്യൂസ് കായംകുളം.